നിങ്ങളായിരിക്കുന്ന ആ ദേശത്തോ ആ സാഹചര്യത്തിലോ ദേശത്തോ അസാധാരണമായ ചില ചേഞ്ചസ്, അസാധാരണമായ ചില ദർശനങ്ങൾ നിങ്ങൾ കാണാൻ പോകുകയാണ്. നിനക്കാണ് അവൻ വെളിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് മറ്റാരോടും നീ അത് പറഞ്ഞാൽ അവർക്കത് മനസ്സിലാകാത്തത്. അത് പറയണ്ട, വിട്ടേ. ഹോരേബിനപ്പുറത്തേക്ക് ഒരു അത്ഭുതത്തിലേക്ക് നിനക്കൊരു യാത്രയുണ്ട്. ആ വെളിപ്പാടിൽ മുമ്പോട്ട് പോ, ആ ദർശനത്തിൽ മുമ്പോട്ട് പോ, ആ അഭിഷേകത്തിൽ മുമ്പോട്ട് പോ, ആ ശക്തിയിൽ മുമ്പോട്ട് പോ. ധൈര്യമായിട്ടിരിക്ക. ഒറ്റയ്ക്ക് നീ പോ. ഹല്ലേലൂയ. ഹോരേബിനപ്പുറത്തേക്ക് ഒരു യാത്രയുണ്ട്. ശൗലിനെ ദൈവം വിളിച്ചപ്പോൾ കൂടെ ഒത്തിരി പേരുണ്ടായിരുന്നു. പക്ഷേ വെളിപ്പാട് കിട്ടിയത് ശൗലിന് മാത്രമാണ്. അവൻ പിന്നീട് പൗലോസായി തീർന്നു. ഒരുത്തന് മാത്രമാണ് വെളിപ്പാട് കിട്ടിയത്. കൂടെ ഒത്തിരി പേരുണ്ടായിരുന്നു, എന്നാൽ ഒരുത്തന് മാത്രമാണ് വെളിപ്പാട് കിട്ടിയത്. യാക്കോബിന് കൂടെ ഒത്തിരി ആളുകൾ ഉണ്ടായിരുന്നു. ഭാര്യമാരുണ്ടായിരുന്നു, കുഞ്ഞുങ്ങൾ. എന്നാൽ മൽപിടുത്തത്തിൽ പേര് മാറ്റപ്പെട്ടത് യാക്കോബിന്റെ പേരാണ്. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 1-2 വാക്യങ്ങൾ ഒന്ന് വായിക്കാമോ? മോശ മിദ്യാനിലെ പുരോഹിതനും തന്റെ അമ്മായിയപ്പനുമായി യിത്രോവിന്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവൻ ആടുകളെ മരുഭൂമിക്ക് അപ്പുറത്ത് ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബ് വരെ കൊണ്ടുചെന്നു. അവിടെ യഹോവയുടെ ദൂതൻ ഒരു മുൾപ്പടർപ്പിന്റെ നടുവിൽ നിന്ന് അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷമായി. ദൈവത്തിന്റെ പർവ്വതത്തിലേക്കാണ് മോശ അടുത്ത് ചെന്നത്. അതുവരെ അതിന്റെ താഴ്വരകളിൽ അവൻ ആടുകളെ മേയിച്ചു കൊണ്ടിരുന്നു. എന്നാൽ ആ സമയത്ത് അവൻ ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബ് വരെ ആടുകളെയും കൊണ്ട് മരുഭൂമിക്ക് അപ്പുറത്ത് ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബ് വരെ ആടുകളെ കൊണ്ടുചെന്നു. അവിടെ ആടുകളെ മേയിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇതാ പെട്ടെന്ന് അവന്റെ കണ്ണിന്റെ മുമ്പിൽ ഒരു കാഴ്ച കാണുകയാണ്. ആ കാഴ്ച മുൾപ്പടർപ്പ് കത്തുന്നു, വെന്തുപോകുന്നില്ല. മുൾപ്പടർപ്പ് കത്തുന്നു, വെന്തുപോകുന്നില്ല. മുൾപ്പടർപ്പ് കത്തുന്നത് പല ആവർത്തി മോശ കണ്ടിട്ടുണ്ട്. മരുഭൂമിയിൽ കാട് കത്തുന്നത്, മുൾപ്പടർപ്പ് കത്തുന്നത് സ്വാഭാവികമായിട്ടുള്ള സാധാരണ സംഗതിയാണ്. ഇത് അവൻ പ്രാവശ്യം കണ്ടിട്ടുണ്ട്. എന്നാൽ ഈ പ്രാവശ്യം സാധാരണ സംഗതിയിൽ ഒരു അസാധാരണ കാഴ്ച, സാധാരണ ജീവിത ശൈലിയിൽ, സാധാരണ ശുശ്രൂഷയിൽ, സാധാരണ ആത്മിക അനുഭവങ്ങളിൽ ഇതാ ഒരു ദിവസം അസാധാരണമായ ചില കാഴ്ചകളോ അസാധാരണമായ ചില സ്പർശനങ്ങളോ ദർശനങ്ങളോ വരുന്ന വിധത്തിൽ ചില അസാധാരണമായ കാഴ്ചകൾ, അനുഭവങ്ങൾ ദൈവം തരുവാൻ പോകുകയാണ്. അതുകൊണ്ട് തന്നെയാണ് അവൻ്റെ മനസ്സൊന്ന് ടേണായത്. ഞാൻ പറഞ്ഞല്ലോ, പല ആവർത്തി മരുഭൂമിയിൽ മുൾപ്പടർപ്പ് കത്തുന്നത് കണ്ടിട്ടുണ്ട്. അസാധാരണ സംഗതി ആയതുകൊണ്ട് അവൻ അതിനെ ശ്രദ്ധിച്ചു. അതിൻ്റെ അടുക്കലേക്ക് അവൻ കടന്നു ചെല്ലുവാൻ തുടങ്ങി. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ആത്മാവ് ദൂത് പറയുന്നു. ഈ സാധാരണ ഉപവാസ പ്രാർത്ഥനയെന്ന് നിങ്ങൾ പറയുമ്പോൾ എല്ലാ വർഷവും നടക്കുന്നത് പോലെ, എല്ലാ സീസണിലും നടക്കുന്നത് പോലെ ഒരു ഉപവാസ പ്രാർത്ഥന എന്നോണം സാധാരണ നടക്കുന്ന ഈ ഉപവാസ പ്രാർത്ഥനയിൽ ചില അസാധാരണമായ ദൈവ സ്പർശനം ഇരിക്കുന്ന ഇടത്ത്, പ്രാർത്ഥിക്കുന്ന അനുഭവങ്ങളിൽ നിങ്ങൾ ആയിരിക്കുന്ന ആ ദേശത്തോ ആ സാഹചര്യത്തിലോ ദേശത്തോ അസാധാരണമായ ചില ചേഞ്ചസ്, അസാധാരണമായ ചില ദർശനങ്ങൾ നിങ്ങൾ കാണാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ കരമടിച്ചൊന്ന് കർത്താവിനെ ഒന്ന് സ്തുതിക്കാൻ പറ്റുമെങ്കിൽ സ്തുതിച്ചാട്ടെ. പറഞ്ഞാട്ടെ, ഞാൻ ഈ പ്രാർത്ഥനകളിൽ അസാധാരണമായ ചില അത്ഭുതങ്ങൾ കാണാൻ പോകുകയാണ്. ഒന്ന് കരമടിച്ച് പ്രാർത്ഥിച്ച ദൂതനെ ഒന്ന് ഏറ്റെടുത്താട്ടെ. അടുത്ത 19 ദിവസം അല്ല, ഇന്നു മുതൽ 20 ദിവസം മുമ്പോട്ട് പോകുമ്പോൾ നീ ഇരിക്കുന്ന റൂമിൽ, നീ ആയിരിക്കുന്ന ഫ്ലാറ്റിൽ, നീ ആയിരിക്കുന്ന ദേശത്ത്, നീ ആയിരിക്കുന്ന ശുശ്രൂഷ മണ്ഡലത്തിൽ, ആത്മമണ്ഡലത്തിൽ അസാധാരണമായ ചില ഇടപെടലുകൾ ദൈവത്തിന്റെ ആത്മാവ് ചെയ്യുവാൻ പോകുകയാണ്. വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ അത് സംഭവിക്കാം. ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചാൽ അത് സംഭവിക്കാം. വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ ദൈവത്തിന്റെ കരം അനുകൂലമായി ചലിക്കും. എത്ര പേർ അത് ആഗ്രഹിക്കുന്നുണ്ട്? ഓ ഹല്ലേലൂയ. അടുത്ത 20 ദിവസം കഴിയുമ്പോൾ എനിക്ക് ചില സാക്ഷ്യങ്ങൾ പറയാനുണ്ടാകണം. എനിക്ക് ചില മാറ്റങ്ങൾ പറയാനുണ്ടാകണം. എനിക്ക് ചിലത് എടുത്തു പറയുവാനുണ്ടാകണം. ചില ദർശനങ്ങൾ വിവരിക്കുക, ചില സാക്ഷ്യങ്ങൾ പറയുക. ദൈവം എൻ്റെ ജീവിതത്തിൽ
ജീവിതത്തിൽ ചെയ്ത ചില ദൈവ പ്രവർത്തികൾ വിവരിക്കുക, എനിക്കുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുക. അത് സംഭവിക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ആമേൻ. സാധാരണ സമയത്ത് അസാധാരണമായ ഒന്ന്. ഓ ഹല്ലേലൂയ. സാധാരണ സമയത്ത് അസാധാരണമായ ഒന്ന്. ആമേൻ. ചിലരെങ്കിലും വിചാരിക്കുന്നുണ്ട്, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഉപവസിച്ചതാണ്, ഒന്നും സംഭവിച്ചത് വലുതായിട്ടൊന്നും സംഭവിച്ചില്ല. ആമേൻ. ഹല്ലേലൂയ. കഴിഞ്ഞ മാസവും ഞാൻ ഉപവസിച്ചതാണ്, വലുതായിട്ടൊന്നും സംഭവിച്ചില്ല, സാധാരണ സംഗതിയാണ്. എന്നാൽ ഓ ഹല്ലേലൂയ, ഒരു വേള, ഒരു സമയത്ത് പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു, നിങ്ങളുടെ ആത്മാമണ്ഡലത്തെ ദൈവത്തിൻ്റെ ആത്മാവ് സ്പർശിക്കുകയാണ്. നിങ്ങളുടെ ആത്മാമണ്ഡലത്തെ ആത്മാവ് സ്പർശിക്കുകയാണ്. ഓ ഡബ ഹസ്പീരിയഥ സാധാരണമായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ അസാധാരണമായത്. അസാധാരണ കാര്യത്തിന്റെ പ്രത്യേകത നീ ഒറ്റയ്ക്ക് അത് കാണാനുള്ളൂ. ഓ ഹല്ലേലൂയ, നീ ഒറ്റയ്ക്ക് അത് കാണാനുള്ളൂ. ആമേൻ. ഹല്ലേലൂയ. മറ്റു പലരോടും പറയണമെന്ന് ആഗ്രഹിച്ചാലും പലർക്കും അത് കേൾക്കാൻ താല്പര്യമില്ല. പലർക്കും അത് പലരും അത് കേൾക്കണമെന്നില്ല. നീയാണത് കാണാൻ പോകുന്നത്, അല്ലെങ്കിൽ നീയാണ് അതിൽ കൂടി എൻട്രി ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ മറ്റു പലരും അത് കേൾക്കണ്ട, ഇത്രോ അത് കേൾക്കണ്ട, മോശെ നിന്റെ ഭാര്യ അത് കേൾക്കണ്ട, അല്ലെങ്കിൽ നിന്റെ ഭർത്താവ് അത് കേൾക്കണ്ട, നിന്റെ കൂടെയുള്ളവർ കേൾക്കണ്ട, ആരും കേൾക്കണ്ട. നിന്നെ കാണിക്കാനാണ് ഹോരേബ് വരെ അവൻ നിന്നെ കൊണ്ടുവന്നത്. നിന്നെ കാണിക്കാനാണ്. ആ വലിയ മഹത്വം, ആ വലിയ പ്രവൃത്തി നിന്നെ കാണിക്കാനാണ്. അത് നീ മാത്രം കണ്ടാൽ മതി. ഈ ദിവസങ്ങളിൽ നീ മാത്രം കാണുന്ന, നീ മാത്രം അനുഭവിക്കുന്ന ഏതോ ഒന്ന് വരാൻ പോകുന്നു, ഏതോ ഒന്ന് കാണാൻ പോകുന്നു. നീ മാത്രം കേൾക്കുന്ന, നീ മാത്രം കാണുന്ന ഏതോ ഒന്ന്. മോശെ, നീ മാത്രം അത് കണ്ടാൽ മതി. നിനക്ക് ആഗ്രഹമുണ്ട് ഈ കണ്ടത് പലരോടും പറയണമെന്ന്. പക്ഷേ അവരോട് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകത്തില്ല, അവർക്കതിൻ്റെ ആഴം മനസ്സിലാകത്തില്ല. കാരണം വിളി നിന്റെ മേലാ, അഭിഷേകം നിന്റെ മേലാ. നിനക്കാണ് അവൻ വെളിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് മറ്റാരോടും നീ അത് പറഞ്ഞാൽ അവർക്കത് മനസ്സിലാകാത്തത്. അത് പറയണ്ട, വിട്ടേരെ, അവരുടെ കാര്യം വിട്ടേരെ. ഈ ഹോരേബ് കഴിഞ്ഞിട്ട് നിനക്കൊരു പുറപ്പാടുണ്ട്. ഈ ഹോരേബിനപ്പുറത്ത് നിനക്കൊരു പുറപ്പാടുണ്ട്. ഈ ഹോരേബിൽ വെച്ചുള്ള എൻകൗണ്ടറിന് ശേഷം, ഇടപെടലിന് ശേഷം, കൂട്ടിമുട്ടലിന് ശേഷം ദൈവമായിട്ട് നിന്നെ ഒറ്റയ്ക്ക് ഫറവോന്റെ കൊട്ടാരത്തിലേക്ക് അല്ല, ഒരു യാത്രയിലേക്ക്, ഒരു പ്രവൃത്തിയിലേക്ക്, ഒരു പദ്ധതിയിലേക്ക് പരിശുദ്ധാത്മാവിനെ നിന്നെ നടത്തുവാനുണ്ട്. ഹല്ലേലൂയ. അവിടെ നീ ഒറ്റയ്ക്കാ പോകുന്നത്. ആരെയും കൂട്ടിന് പിടിക്കണ്ട. ഓ റബൽ ഖേനയെ നിർബന്ധിക്കണ്ട. അവനോട് കൂടെ പോരട്ടെ, അവളോട് കൂടെ പോരട്ടെ. ആമേൻ. ഹല്ലേലൂയ. ചിലതൊക്കെ ചെയ്യുവാൻ നിന്നെ ഒറ്റയ്ക്കാണ് ദൈവം നിയോഗിച്ചിരിക്കുന്നത്. ചിലതൊക്കെ ചെയ്യുവാൻ ദൈവം ഒറ്റയ്ക്കാണ് നിന്നെ നിയോഗിച്ചിരിക്കുന്നത്. കൂട്ടുപിടിക്കരുത്. കൂട്ടുപിടിച്ചാൽ പരാജയം ഉണ്ടാകും. കൂട്ടുപിടിച്ചാൽ ഡൈവേർട്ട് ആകും. കൂട്ടുപിടിച്ചാൽ ഹല്ലേലൂയ പദ്ധതി പൂർത്തീകരിക്കുവാൻ കഴിയത്തില്ല. 30 ലക്ഷം ജനത്തെ പുറത്തു കൊണ്ടുവരുവാൻ മോശെ എന്ന ഒരു വിക്കന് മാത്രം ആ വിക്കന്റെ മേൽ അഭിഷേകം പകർന്ന. നീ ഒരു വിക്കനാണെങ്കിൽ നിനക്ക് വിക്കുണ്ടെങ്കിൽ 30 ലക്ഷത്തെ പുറത്തു കൊണ്ടുവരുവാൻ അവനെ മാത്രം ഉപയോഗിക്കുവാൻ ദൈവത്തിന്റെ കരഭുജത്തിന് ശക്തിയുണ്ട്. ഒറ്റയ്ക്കാണ് ദർശനം കാണുന്നത്, ഒറ്റയ്ക്കാണ് ദൂത് കേൾക്കുന്നത്, ഒറ്റയ്ക്കാണ് നീ മുമ്പോട്ട് പോകുന്നത്. ആരോട് പറഞ്ഞാലും അവർക്കത് കേൾക്കാനോ കാണാനോ ഉള്ള താല്പര്യമില്ല. വിട്ടേരെ, എല്ലാം വിട്ടേരെ. ഒറ്റയ്ക്ക് നിൽക്ക. ഹോരേബിനപ്പുറത്തേക്ക് ഒരു അത്ഭുതത്തിലേക്ക്, ഹോരേബിനപ്പുറത്തുള്ള ഒരു അത്ഭുതത്തിലേക്ക് നിനക്കൊരു യാത്രയുണ്ട്. ശൗലിനെ ദൈവം വിളിച്ചപ്പോൾ കൂടെ ഒത്തിരി പേരുണ്ടായിരുന്നു. പക്ഷേ വെളിപ്പാട് കിട്ടിയത് ശൗലിന് മാത്രമാണ്. അവൻ പിന്നീട് പൗലോസായി തീർന്നു. ഒരുത്തന് മാത്രമാണ് വെളിപ്പാട് കിട്ടിയത്. കൂടെ ഒത്തിരി പേരുണ്ടായിരുന്നു, എന്നാൽ ഒരുത്തന് മാത്രമാണ് വെളിപ്പാട് കിട്ടിയത്. യാക്കോബിന് കൂടെ ഒത്തിരി ആളുകൾ ഉണ്ടായിരുന്നു. ഭാര്യമാരുണ്ടായിരുന്നു, കുഞ്ഞുങ്ങൾ, ഒത്തിരി മൃഗസമ്പത്തുകളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ മൽപിടുത്തത്തിൽ പേര് മാറ്റപ്പെട്ടത് യാക്കോബിന്റെ പേരാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അബ്രഹാമേ, നിന്റെ വീട്ടിൽ ഒത്തിരി പേരുണ്ടായിരുന്നു, എന്നാൽ തേജോമയനായ ദൈവം മെസൊപ്പൊത്താമിയയിൽ വെച്ച നിനക്ക് മാത്രമാണ് വെളിപ്പെട്ടത്. നീ മാത്രമാണ് ഇറങ്ങിത്തിരിക്കുന്നത്, നീ മാത്രമാണ്
അവിടെയാണ് ഇറങ്ങിത്തിരിക്കേണ്ടത്. എന്നാൽ ഹല്ലേലൂയ, ഒരു വേള അബ്രഹാം പറയുകയാണ് ആ ലോത്തിനെയും കൂടെ കൊണ്ടുപോകാമെന്ന്. എന്നാൽ ലോത്ത് അബ്രഹാം ചെല്ലേണ്ടുന്ന ആ ഡെസ്റ്റിനിയിലേക്ക് എത്തിച്ചേരുവാൻ ലോത്തിന് കഴിഞ്ഞില്ല. വഴിയിൽ വെച്ച് അവൻ പിരിഞ്ഞുപോയി. അവൻ പിരിഞ്ഞുപോയി. ആമൻ ആമൻ. ജഡികമായി മാനുഷികമായി നീ കൂട്ടുന്നതെല്ലാം വഴിയിൽ വെച്ച് പിരിഞ്ഞു പോകും. ഹല്ലേലൂയ. ആമൻ. ഒറ്റയ്ക്കാണെന്ന് പറഞ്ഞ് ഒറ്റയ്ക്ക് എങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞ് നീ ആയിരിക്കുമ്പോൾ ഇല്ല, ധൈര്യമായിട്ടിരിക്കുക. ആമൻ. ബി കറേജിയസ്. ധൈര്യമായിട്ടിരിക്കുക. ആമൻ. ആ വെളിപ്പാടിൽ മുമ്പോട്ട് പോ, ആ ദർശനത്തിൽ മുമ്പോട്ട് പോ, ആ അഭിഷേകത്തിൽ മുമ്പോട്ട് പോ, ആ ശക്തിയിൽ മുമ്പോട്ട് പോ. ആമൻ. ധൈര്യമായിട്ടിരിക്കുക. ആമൻ. ഒറ്റയ്ക്ക് നീ പോ. ഹല്ലേലൂയ. ഹോരേബിനപ്പുറത്തേക്കൊരു യാത്രയുണ്ട്. കൂടെ കൂട്ടിയാൽ വഴിയിൽ വെച്ച ചിലരൊക്കെ നിന്നെ വിട്ടുപോകാം. മാനുഷികമായിട്ട് ഇവനിരിക്കട്ടെ, അവളിരിക്കട്ടെ, അവനെ ആവശ്യമാണ്, ഇവളെ ആവശ്യമാണ്, അതിൻ്റെ ആവശ്യം വരും എന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലുമൊക്കെ കൂട്ടിയാൽ എന്താ സംഭവിക്കുന്നത്? വഴിയിൽ വെച്ച് അവർ തിരിഞ്ഞു പോകും. കാരണം വെളിപ്പാട് നിനക്കാണുള്ളത്, വിളി നിനക്കാണുള്ളത്, ദർശനം കണ്ടത് നീയാണ്, മുൾപ്പടർപ്പ് കത്തുന്നത് കണ്ടത് നീയാണ്. അതുകൊണ്ട് തന്നെ നിനക്ക് മാത്രമാണ് ആ ഡെസ്റ്റിനിയിലേക്ക് എത്തിച്ചേരുവാനുള്ള ആ കൃപയുള്ളത്, ആ അഭിഷേകമുള്ളത്. മരുഭൂമിക്കപ്പുറത്തേക്ക് അവന് ദൈവം ഒരു തോട്ട് കൊടുത്തൊരു ചിന്ത കൊടുത്ത് കൊണ്ടുപോവുകയാണ്. മുൾപ്പടർപ്പ് കത്തുന്നുണ്ട്, വെന്തു പോകുന്നില്ല. ആ കാഴ്ച എന്തെന്ന് നോക്കിയാറേ, ആ വലിയ കാഴ്ച എന്തെന്ന് നോക്കുവാൻ മോശ അടുത്തപ്പോൾ ദൈവം മുൾപ്പടർപ്പിൽ നിന്ന് മോശെ വിളിക്കുകയാണ്. മോശേ അസാധാരണ സംഗതി എന്തെന്ന് കാണുവാൻ മോശ തിരിഞ്ഞ് അതിലേക്ക് അടുക്കുന്നു എന്ന് ദൈവം കണ്ടപ്പോഴാണ് മോശെ വിളിച്ചത്. ചിലത് നിന്റെ ജീവിതത്തിലേക്ക് ദൈവം തട്ടി അട കൊടുത്തതുപോലെ, വെള്ളം കൊടുത്തതുപോലെ, ദൂതൻ തട്ടിയതുപോലെ കിടക്കുന്നിടത്തൊരു തട്ടൽ കിട്ടിയാൽ, ഹല്ലേലൂയ, തട്ടൽ കിട്ടിയിട്ട് കിടന്നുറങ്ങാനല്ല, മറിച്ച് ആ തട്ടൽ കിട്ടിയാൽ എഴുന്നേറ്റ് കഴിച്ച ദൂരയാത്രയ്ക്കായിട്ട് ഒരുങ്ങണം. അങ്ങനെ ഒരുങ്ങുമ്പോഴാണ് ഹോരേബിലേക്കുള്ള ആ വലിയ യാത്ര ദൈവം ഒരുക്കുന്നത്. ചില ടെസ്റ്റുകളോ ഒക്കെ ചില തട്ടുകൾ കിട്ടിയാൽ, ചില ശബ്ദങ്ങൾ കിട്ടിയാൽ ഹല്ലേലൂയ, അതിനെ പ്രതികരിക്കണം. ആമേൻ. ഹല്ലേലൂയ. ഒരുപക്ഷെ പ്രതികരിക്കാൻ കൂടെ ആരും കാണത്തില്ല, നിന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരും കാണത്തില്ല, സഹായിക്കാൻ ആരും കാണത്തില്ല. ആ പ്രതികരണം ഒരു വലിയ ദൈവപ്രവൃത്തിയിലേക്ക് നിന്നെ വലിച്ചു കൊണ്ടുപോകാൻ പോകുകയാണ്. ആ പ്രതികരണം ഒരു വലിയ ദൈവപ്രവൃത്തിയിലേക്ക് നിന്നെ വലിക്കുകയാണ്, നിന്നെ പുള്ളു ചെയ്യുകയാണ്.